ഹലോ ഫ്രണ്ട്സ്, പഞ്ചാബിലൊക്കെ ഫേമസ് ആയ ഒരു ചിക്കൻ ചുട്ടതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ചുട്ടതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ബാർബിക്യൂ ചിക്കനോ ചിക്കൻ അൽഫാമോ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഞ്ചാബി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തൊലി ഇല്ലാത്ത ചിക്കനായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് വെച്ചാൽ അതെടുത്താൽ മതി. ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് ഇതിലെ വെള്ളം ഒക്കെ ഒന്ന് പോകണം കഴുകിയതിന് ശേഷം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കാം. ഒരു ചിക്കൻ കൊണ്ട് 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, അതാണ് നല്ലത്. പിന്നെ അതിൽ വലിയ പീസാക്കും വേണ്ട, ചെറുതാക്കും വേണ്ട, കാരണം നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ പീസാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വലിപ്പമുള്ള 4-5 പീസ് ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു 10-25 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ 8-10 ചുവന്നുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, എന്നാലും പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനൊരു അളവ് ഞാൻ പറയുന്നില്ല, ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അത് ഓരോരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കുരുമുളക് പൊടിയും കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ പാകമാക്കി കൊടുക്കണം. മസാലയിൽ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ശരിക്കും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ നല്ലതുപോലെ വരിഞ്ഞ് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല ആഴത്തിൽ വരിയണം കേട്ടോ, എന്നാൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലപോലെ മസാല പിടിക്കുള്ളൂ. കണ്ടോ, അതുപോലെ നല്ല ആഴത്തിൽ വരിഞ്ഞ് വെക്കുക. ഈ മാംസള ഭാഗങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം കേട്ടോ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ചേർക്കണ്ട, അങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചാൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 4 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ, എന്നാലും ഇതിലോട്ട് നല്ലപോലെ മസാല പിടിക്കുള്ളൂ. മിനിമം 4 മണിക്കൂർ വെക്കണം. നമ്മൾ രാത്രിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ വൈകുന്നേരം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു രാവിലെ ഒരു 10 മണിക്കാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി വൈകുന്നേരം ഞാനൊരു 7 മണിക്ക് ഇത് ചുടാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ ഇങ്ങനെ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, താഴത്ത് വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട. ഇനി നമുക്കിത് ചുട്ടെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഈ ബട്ടർ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പഞ്ചാബി ചിക്കൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണത്. പിന്നെ വേണ്ടത് നമുക്ക് അലുമിനിയം ഫോയിലാണ്. അപ്പോൾ അലുമിനിയം ഫോയിൽ ഞാൻ ചിക്കൻ പീസസ് പൊതിയാവുന്ന അത്ര വലുപ്പമുള്ള പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പമുള്ള പീസസ് ആയിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് 8 പീസാണ് നമുക്ക് മൊത്തം ഉള്ളത്. അപ്പോൾ 16 പീസ് വേണം ഇതുപോലുള്ള അലുമിനിയം ഫോയിൽ. അപ്പോൾ ഞാനിത് ഒരു ഫോയിലിൽ നമ്മുടെ ചിക്കൻ പീസസ് വെക്കുന്നുണ്ട്. വെച്ചിട്ട് നമ്മൾ വരിഞ്ഞ് കൊടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഓരോരോ പീസ് ബട്ടർ വെച്ച് കൊടുക്കാം. ഓരോരോ ഈ വരിഞ്ഞ ഭാഗത്ത് ഉള്ളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കാരണം അപ്പോൾ അതും മെൽട്ടാകുമ്പോൾ 2 സൈഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം. എവിടെയൊക്കെ നമ്മൾ വരിഞ്ഞ ഭാഗമുള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ പൊതിഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇത് നമുക്ക് വാഴയിൽ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. പക്ഷേ രണ്ടാമത്തെ പൊതിയൽ എന്തായാലും അലുമിനിയം ഫോയിൽ തന്നെ വേണം. കാരണം നമ്മളിത് കനലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് പോയാൽ നമ്മൾ ചിക്കൻ കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 2 ഡബിൾ ലെയറായിട്ട് തന്നെ പൊതിയണം. അപ്പോൾ അലുമിനിയം ഫോയിൽ കുറവാണെങ്കിൽ ഫസ്റ്റ് ലെയർ നമുക്ക് വാഴയില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും മുകളിലെ ലെയർ എന്തായാലും അലുമിനിയം ഫോയിൽ തന്നെ വേണം. ഇതുപോലെ നമ്മുടെ 8 ചിക്കൻ പീസസും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഇതുപോലെ ബട്ടർ വെച്ചിട്ട് ഇതുപോലെ 2 അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഈ ഒരു ഭാഗം വെച്ച ഭാഗം പിന്നെ അലുമിനിയം ഫോയിൽ വെക്കുമ്പോൾ അത് താഴോട്ടാക്കിയിട്ട് വേണം പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കനലിൽ വെക്കുന്ന സമയത്ത് നമുക്ക് മുകളിലുള്ള പേപ്പർ ഒന്ന് പൊളിഞ്ഞു പോയാലും പ്രശ്നമില്ല. ഉള്ളിലുള്ള പേപ്പർ കൊണ്ട് നമ്മുടെ ചിക്കന് ഒന്നും സംഭവിക്കില്ല. ഇനി നമുക്ക് എല്ലാം ഞാൻ ഇതുപോലെ തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് 8 പീസസും. ഇപ്പോൾ കണലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണല ഞാൻ ഇതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണലായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നും അടുപ്പിലിട്ട് കൊടുക്കാം. ഞാൻ അടുപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ബാർബിക്യൂ ചിക്കനും ചളിക്കോഴിയൊക്കെ ഇതുപോലെ ആലുവ അടുപ്പിലിട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാൻ അടുപ്പിൽ വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് നല്ല പ്രസ്സാവാൻ വേണ്ടി നല്ല 2 മരക്കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓരോന്നും ഇങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ ഓരോന്നും ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു ബാച്ച് ആയിട്ടുണ്ട്. 4 പീസാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത്. ആ 4 പീസും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു ഫോയിൽ പേപ്പർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മുകൾ ഭാഗത്തുള്ള ഫോയിൽ പേപ്പർ മാറ്റി കൊടുക്കുക. കാരണം അതിലല്ലേ നമുക്ക് കണൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കിയാൽ ഉള്ളിലത്തെ പേപ്പർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഞാനത് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നല്ല പോലെ വെന്തിട്ടുണ്ട്. പക്ഷെ നല്ല ഇതായിട്ടുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പഞ്ചാബിലൊക്കെ ഭാഗത്തൊക്കെ ഇതുപോലുള്ള ചിക്കൻ ചുട്ടത് ഫേമസ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.